ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ്. ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവ ഇന്നലെ രാത്രിയിൽ എപ്പോഴോ ഞങ്ങളുടെ ഇവിടെ വീണ് കുടുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ടാങ്കിനകത്ത് വരാലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ടാങ്ക് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ കുറേ മീനൊക്കെ ഉണ്ട്. ഇത് രാത്രിയിൽ എപ്പോഴോ അമ്മ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആൾ ഇതാണെന്നൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ഞങ്ങളുടെ ആ വലയിൽ അങ്ങ് കുരുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ അതിനെ അങ്ങ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. എനിക്കാണെങ്കിൽ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് കേട്ടോ. എന്നാലും ഞാൻ ദൂരെ നിന്ന് വ്യൂ ചെയ്തൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല പേടിയാണ്. അതാ ഞാൻ ചോദിച്ചത്, എന്ത് മീൻ വീണ ഇതിന്റെ തലയായിരുന്നു അത്. ആ പറമ്പിലോട്ട് ഓടിച്ചേരും മോനെ. ആ അയ്യോ, നല്ലോണം കുരുങ്ങി കിടക്കുക അല്ലേ. ജീവനുണ്ട്, അതുകൊണ്ടല്ല അതിനെ രക്ഷിക്കുന്നത്. അയ്യോടാ, പാവം. അതിന് ഓടാനുള്ള ഇതില്ലല്ലേ. സജി നല്ലോണം മുറുക്കി പിടിച്ചോണേ. നീ കയറിക്കോ, ഞാൻ ഓടിക്കോളാം. ഞാൻ ഒറ്റ ഓട്ടം ഓടിക്കോളാം, നീ കയറി. പിടിച്ചു വെച്ചാടി അതിന്. പിടിച്ചു വെക്കാൻ നോക്കി, അത് ചുരുണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതാണ് നല്ല പേടിച്ചിരിക്കാൻ. ഏട്ടനാണ് പറയുന്നുണ്ട് തീരാറായടാ, കുറച്ചുകൂടെ അടങ്ങി കിടക്കുകയാണെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടെ ഒന്ന് ബാക്കിൽ നിന്ന് വലിച്ചാൽ ചിലപ്പോൾ എടുക്കായിരിക്കും. പക്ഷെ തിരിഞ്ഞ് കൊത്തുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് അത്ര റിസ്ക് എടുക്കേണ്ടെന്ന് ഓർത്തിട്ട് ഏട്ടൻ അതിൻ്റെ തലയിലോട്ട്, ഇത് ഞങ്ങളെ പരിപാടിക്കെടുത്ത പന്തമാണ് കേട്ടോ. വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുത്ത് അതിനെ അവിടെ നിന്ന് അടക്കി കിടത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. പക്ഷെ അവൻ പേടിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വട്ടം പിന്നെയും അതിട്ട് കുരുക്കി പിന്നെയും അഴിച്ച് വരുന്നതിനനുസരിച്ച് കുരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ ഇവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വരുന്നുണ്ട് കേട്ടോ. അവൾ നേരത്തെ എണീക്കുന്നതാണ്. ഇന്നാണ് ഇച്ചിരി ലേറ്റായിട്ട് എണീച്ചത്. അപ്പോൾ ആളിന്ന് എണീച്ച് വന്നോണ്ട് തന്നെ കണ്ട കാഴ്ച ഇതാണ്. അപ്പോൾ ഉറക്കം എണീച്ച് തനിയെ എണീച്ച് വന്നോളും കേട്ടോ. എണീച്ച് അമ്മയെടുത്തോട്ട് ചെന്നു, എന്നിട്ട് അമ്മ എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ പാമ്പെന്നൊക്കെ പറഞ്ഞ് ഒച്ചയിടുന്നുണ്ട്. കുഞ്ഞിങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താ സംഭവം, ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് കൊത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഉറക്കപ്പിച്ചയിലൊക്കെ ഇരുന്ന് കാണുന്നതാണ്. സത്യം പറഞ്ഞ് ഉറക്കപ്പിച്ചായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഓടി അച്ഛൻ്റെ അടുത്ത് പോയി അതിൻ്റെ മൂട്ടി നിന്നേനെ. അങ്ങനെ പേടിയൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ്. അപ്പോൾ ഇതുവരെ അതൊന്നും അഴിക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ കുരുക്കി ഇതേ ചുരുണ്ടിരിക്കുന്ന കണ്ട നല്ല രീതിയിൽ കുരുക്കി വെച്ചേക്കാണ് കേട്ടോ. കാരണം ആശാന് നല്ല പേടിയുണ്ട്, ഇനി ഉപദ്രവിക്കാനാണോ എന്നൊക്കെ ഓർത്തിട്ടാണ്. പക്ഷേ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒന്നും ചെയ്യത്തില്ലടാ, നീ ഒന്ന് അടങ്ങി കിടക്കുക, ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവനങ്ങ് പെടഞ്ഞ് പിന്നെയും ഇങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയാണ്. എനിക്കിതിങ്ങനെ അനങ്ങുന്ന കാണുമ്പോഴേ പേടി വരും, എണ്ണ കൊത്ത് കിട്ടുമോ എന്നൊക്കെ. പക്ഷേ എണ്ണ അങ്ങനെ പേടിയൊന്നുമില്ല. അത് ഇവർ കുഞ്ഞുനാൾ തൊട്ട് ഇതൊക്കെ ആയിട്ടുള്ള സഹവാസം കൊണ്ടാണെന്ന് തോന്നുന്നു. അവർ ജനിച്ചു വളർന്ന സ്ഥലവും ഏരിയയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷേ ഞാനൊക്കെ ഇതിങ്ങനെ അടുത്ത് തന്നെ ഇത്ര നേരമൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഭയങ്കര പേടിയുള്ളതാണ്. ദൂരെ നിന്ന് കണ്ടാലും പിന്നെ അങ്ങ് അടുക്കാത്ത കാരണം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇന്ന് കാണുന്നത്. പക്ഷെ കുറച്ച് പേടിയില്ലാണ്ട് ആദ്യമായിട്ടിരുന്ന് കണ്ടത് ഇപ്പം തന്നെയാണെന്ന് പറയാം. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളത് ഊരി കേട്ടോ. യെസ്, സക്സസ്. അപ്പോൾ ഞാൻ ഭയങ്കര ധൈര്യശാലിനെ പോലെ വണ്ടിയുടെ മണ്ടയ്ക്കൊക്കെ കയറി കാലൊക്കെ കയറ്റി വെച്ചിരുന്ന വീഡിയോ എടുത്താണ് കേട്ടോ. അമ്മയാണെങ്കിൽ അത് പോയിട്ടും അതിനെ വിടുന്നില്ല. ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ കാണുന്നത്. പണ്ട് ഞങ്ങളിങ്ങനെ കാണുന്നതെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആളാണ് കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, എന്നാൽ പിന്നെ കണ്ടിട്ട് കിട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊക്കെ പറയും. അതിനെ പോയ വഴിക്കോലും വിടാണ്ട് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്ന് കണി കണ്ടത് മഞ്ഞച്ചേര തന്നെയാണ്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ.